ഇതിനു മുമ്പ് ഹിന്ദു റീൽ ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് എനിക്ക് മനസ്സിലായി. അതിൽ കുറച്ച് പേര് കുറ്റം പറഞ്ഞ്, കുറേ പേര് സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ പറഞ്ഞ് ഹിന്ദുസിലുള്ളവർ എനിക്ക് മനസ്സിലായി. പിന്നെ അവർ പറഞ്ഞു അവരുടെ പേരൻസിൻ്റെ ഇതും പാരമ്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇത് വിട്ട് വരാൻ പറ്റൂല. പക്ഷെ അവർ ഇതുപോലെ അവർക്ക് തെറ്റാണെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരിതുപോലെ പറഞ്ഞത് പിന്നെ ഈ വിഗ്രഹത്തിനൊക്കെ പിന്നെ ശക്തി അങ്ങനെ ഉള്ളതാണ്. പിന്നെ അവരിങ്ങനെ ഈ കാവടി തുള്ളുന്നതും ഭദ്രാളികളാണ് അതിൻ്റെ എന്തൊക്കെ ശക്തി എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. ബൈബിളിൽ നിന്ന് വരമാണെങ്കിൽ ദൈവം ലൂസിഫറിനെ സാത്താനെ ദൈവം ഉണ്ടാക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ. അപ്പം ദൈവം ഉണ്ടാക്കുന്നത് നിറയെ കഴിവ് കൊടുത്ത്, നല്ല സൗന്ദര്യം കൊടുത്ത്, നല്ല ശക്തി കൊടുത്തൊക്കെയാണ് അത്ഭുതം ചെയ്യേണ്ടത്. എല്ലാം ഇതിൻ്റെ ശക്തി കൊടുത്താണ് സാത്താനെ ലൂസിഫറിനെ ദൈവം ഉണ്ടാക്കിയത്. അപ്പം ലൂസിഫറിന്റെ കൂട്ടിന് ദൈവം കുറച്ച് ദൂതന്മാരെയും കൂടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഈ സമയത്ത് ലൂസിഫർ ദൈവത്തെ ആരെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലൂസിഫറിന് സ്വയം ഒരു തോന്നലുണ്ട്, എനിക്ക് എല്ലാ കഴിവുണ്ടല്ലോ, ദൈവത്താൽ എനിക്ക് ശക്തിയുണ്ട്, ദൈവത്തിനാലും മേലെ ഇരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ഈ തോന്നലുണ്ടായ സമയത്ത് തന്നെ ദൈവമാണ് അവന്റെ ചിറക് വെട്ടി ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ലൂസിഫറിന്റെ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൈവം ആദാമിനെ ഹവ്വയുണ്ട്. അപ്പൊ പിന്നെ സാത്താനാണെങ്കിൽ ഈ ലൂസിഫർ അവരെ പോയി മറ്റേ പഴം കാണിച്ച് ദൈവം ചെയ്യില്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്യിപ്പിച്ച് വഴിതെറ്റിച്ചു. പിന്നീട് ഇതുപോലെ സാത്താനാണെങ്കിൽ ദൈവം ചെയ്യില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെ മനുഷ്യരോട് ചെയ്യിപ്പിച്ച് പാപത്തിലോട്ട് തെറ്റിലോടൊക്കെ ഏൽപ്പിച്ച് സാത്താൻ കുറെ കാര്യം. പിന്നെ ഇതുപോലെ സ്വയമേ മുറിവേൽപ്പിക്കുന്നത്, സ്വയം ഇങ്ങനെ ആത്മഹത്യ ചെയ്യണതും, അല്ലാതെ ഈ കവളിൽ കുത്തിയതുകൊണ്ട് പിന്നെ കൈ മുറിവേൽപ്പിക്കുന്ന, തീ കൂടെ നടക്കണേ, ഇതൊക്കെ ഹിന്ദുസ് ചെയ്യണല്ലോ. അപ്പൊ ഇത് സാത്താൻ ഈ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വെച്ചാൽ ഈ ഹിന്ദുസ് ആണെങ്കിൽ അവർ പോലും അറിയാതെ അവർ ഇതുപോലെ സാത്താൻ ആരാധിക്കുന്നതാണ്. നമ്മൾ പിന്നെ ഈ ക്രിസ്ത്യൻസ് ചിലയിടത്ത് പോകുമ്പോൾ കണ്ട് സാത്താൻ ഇളവി ഈ സ്ത്രീകളൊക്കെയാണ് മുടിയൊക്കെ തലയിലിട്ട് ചെയ്യണം. ഇതാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭദ്രാളി വന്നെന്ന് പറഞ്ഞവർ ചെയ്യുന്നു. അപ്പൊ അത് സാത്താൻ്റെ ഇതാണ്. അപ്പൊ അവർ പോലും സാത്താനായി. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു നന്മ ഇതിൽ കിട്ടൂല. അപ്പൊ സാത്താനും ശക്തി ഇത് അത്ഭുതം ചെയ്യേണ്ട ശക്തി ഉണ്ട്, പക്ഷെ അത് നിലനിൽക്കൂല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നശിച്ചു പോകും. പക്ഷെ ദൈവം തരുന്ന നന്മ, ദൈവം ചെയ്യുന്ന അത്ഭുതമാണെങ്കിൽ നിലനിൽക്കും. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുത അടയാളങ്ങളൊക്കെ നടക്കുന്ന പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ നിലനിൽക്കുന്നതാണ്, നമുക്ക് നല്ലതാണ്. പിന്നെ യേശു വരുമ്പോൾ അതാണ് പിന്നെ സുബോധം വരും, നല്ല ചിന്ത വരുന്നതാണ്. പക്ഷെ ഈ സാത്താൻ ആരാധിക്കുന്ന നല്ല ചിന്ത വരാതെ മറ്റുള്ളവർ ഉപദ്രവിച്ച് കൊന്നും വെട്ടിയും കുത്തും ഇതിന്റെ പേരിൽ, ഈ ഹിന്ദുവിന്റെ പേരിൽ അല്ലാതെ മതത്തിന്റെ പേരിലൊക്കെ അടിച്ചു കൊള്ളുന്ന നിറയെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഹിന്ദു മാത്രമല്ല വേറെ ഒരു ആൾക്കാരും അതുകൊണ്ട് അത് അവരും സാത്താനെ അവർ പോലും അറിയാതെ ഇതായി ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾ ജീസസിനോട് തിരിച്ച് ബൈബിൾ നല്ലപോലെ വായിക്കുക. ജീസസ് അത് ശരിയായിട്ടുള്ള ആരാധനയ്ക്ക് പോകണം. ബൈബിളിലും ബൈബിളിൽ വിവരം ചെയ്യുന്ന നിറയെ പേരുണ്ട്. അപ്പൊ അത് ശരിക്കും അത്ഭുതം നടക്കില്ല. ശരിക്കും അത്ഭുതം നടക്കുന്ന പരിശുദ്ധ നിറവിൽ അന്വേഷണം അഭിഷേകത്തിൽ ആരാധിക്കുന്ന, വിശുദ്ധിയിൽ ജീവിതത്തിൽ നല്ലപോലെ ആരാധിക്കുന്ന അവർക്ക് മാത്രമാണ് ദൈവം യേശുവിന്റെ നാമത്തിൽ അത്ഭുതം അടയാളം ചെയ്യണം. അപ്പൊ അതിൻ്റെ നിങ്ങൾ ശരിയായിട്ട് ജീവിതം നടത്തി ബൈബിൾ നല്ലപോലെ വായിച്ച് ജീസസിനെ മാത്രം പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ല ദൈവവിശ്വാസം ആരാണെന്ന്. പിന്നീട് എനിക്ക് ജീസസിനെ അറിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടായതും കുറെ ചിന്തകളിലും എല്ലാ ലൈഫിലും എല്ലാം മാറ്റമുണ്ട്. അപ്പം അതിന്റെ അനുഭവത്തിൽ നിന്ന് പിന്നെ സത്യങ്ങൾ നമ്മൾ തുറന്നുള്ളൂ. അതിൻ്റെ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുക. സോ താങ്ക് യു.